ചാലക്കുടിയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ തീപിടുത്തം. ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നിഗമനം. ചിറങ്ങരയിൽ വളർത്തുനായയെ കൊണ്ടുപോയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിലായി 4 ക്യാമറകൾ സ്ഥാപിച്ചു. മാളയിൽ 2 റോഡിന് 2 പേരുകൾ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിലെ പേര് തിരുത്തണമെന്നും ഇത് സ്ഥാപിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പരാതി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടിയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ തീപിടുത്തം. ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. പടിഞ്ഞാറെ നായരങ്ങാടി KK റോഡിൽ തുലാപ്പറമ്പിൽ ബെന്നിയുടെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച പകൽ 10ഓടെയായിരുന്നു സംഭവം. വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് തീപിടുത്തം കണ്ടത്. ഹാളിലുണ്ടായിരുന്ന കിടക്ക, TV, ലാപ്ടോപ്പ്, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എല്ലാം കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാരാണ് തീയണച്ചത്. ചിറങ്ങരയിൽ വളർത്തുനായയെ കൊണ്ടുപോയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലായി 4 ക്യാമറകൾ സ്ഥാപിച്ചു. ഇതിനു പുറമെ കൂടും സ്ഥാപിക്കും. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൺസൾട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. വാഴച്ചാൽ DFO, വെറ്റിനറി ഓഫീസർ, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രതിനിധി, വൈൽഡ് ലൈഫ് വാർഡൻ, NGO പ്രതിനിധി, പഞ്ചായത്ത് പ്രതിനിധി തുടങ്ങിയവരാണ് കൺസൾട്ടിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. പ്രതിനിധികൾ ചൊവ്വാഴ്ച പുലിയെ കണ്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. നാട്ടുകാർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. വരും ദിവസങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8:30യോടെ ചിറങ്ങര പണ്ടാര വീട്ടിൽ ധനീഷിന്റെ വീട്ടിലെ പോമറേനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായയാണ് പുലി പിടികൂടിയത്. CCTV ദൃശ്യങ്ങളിൽ പുലി നായയെ പിടികൂടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. മീഡിയ ടൈം, കൊരട്ടി. മാളയിൽ 2 റോഡിന് 2 പേരുകൾ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിലെ പേര് തിരുത്തണമെന്നും ഇത് സ്ഥാപിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പരാതി നൽകി. മാള യൂണിയൻ ബാങ്കിന് സമീപമുള്ള ഡേവിസ് പെരേപ്പാടൻ റോഡിലാണ് മറ്റൊരു പേര് നൽകി ബോർഡ് സ്ഥാപിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡിനാണ് യൂണിയൻ ബാങ്ക് കിഴക്കേ അങ്ങാടി റോഡെന്ന് തെറ്റായി പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് പൊതുപ്രവർത്തകൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകിയത്. അധ്യാപക രംഗത്തും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും തന്റെ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയ ഡേവിസ് പെരേപ്പാടന്റെ ഓർമ്മകൾ നിലനിർത്താനായി ഗ്രാമപഞ്ചായത്ത് ഏകകണ്ഠമായ തീരുമാനത്തോടെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡിന് ഡേവിസ് പെരേപ്പാടൻ റോഡ് എന്ന പേര് നൽകി ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ ഈ റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മാള പഞ്ചായത്ത് ഇവിടെ ഇപ്പോൾ തെറ്റായി പേര് രേഖപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പെരേപ്പാടൻ മാഷിനോട് ചെയ്യുന്ന അവഹേളനമാണെന്നും പരാതിയിൽ പറയുന്നു. നിലവിലുള്ള പേരുകൾ മാറ്റുന്ന തെറ്റായ രീതി മേലിൽ തുടരാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അടിയന്തരമായി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പദ്ധതി ബോർഡിൽ ഡേവിസ് പെരേപ്പാടൻ റോഡെന്ന് തിരുത്തി എഴുതണമെന്നും ഇതിനു കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ മേൽ നടപടി സ്വീകരിക്കണമെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊരട്ടി പഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയപ്പർ ഡിസ്ട്രോയർ യന്ത്ര നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ പഞ്ചായത്താണ് കൊരട്ടി പഞ്ചായത്ത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ ഇപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന മാലിന്യ പ്രശ്നമാണ് ഡയപ്പർ നാപ്കിൻ ഡിസ്ട്രോയർ യന്ത്ര സ്ഥാപനത്തിലൂടെ സാധ്യമാകുന്നത്. കിടപ്പ് രോഗികളും പ്രായാധികമുള്ള കുടുംബാംഗങ്ങളുമുള്ള കുടുംബങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ വരവോടെ പരിഹാരമാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയുള്ള റെഡ്കോ ആണ് നിർവഹണ ഏജൻസി. ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവിടെ നിന്നും നേരിട്ട് ഹരിതകർമ്മസേന വഴി മാലിന്യം ശേഖരിക്കാനാണ് കൊരട്ടി പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് PC ബിജു പറഞ്ഞു. കൊരട്ടി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാതക ശ്മശാനത്തോട് ചേർന്നാണ് പുതിയ ഡിസ്ട്രോയർ യന്ത്രം സ്ഥാപിക്കുന്നത്.
യന്ത്രത്തിന്റെ 1 മണിക്കൂർ പ്രവർത്തനത്തിന് 2 കിലോ പാചകവാതകവും 1 HP വൈദ്യുതിയും വേണ്ടിവരും. യന്ത്രം ഉപയോഗിച്ച് 45 മിനിറ്റിനുള്ളിൽ 60 ഡയപ്പർ നാപ്കിനുകളാണ് നശിപ്പിക്കാൻ കഴിയുക. ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KA, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, PG സത്യപാലൻ, GC പോൾ, ഷിമ സുധീൻ, ജെയ്നി ജോഷി, MJ ഫ്രാൻസിസ്, രമ്യ MR എന്നിവർ പ്രസംഗിച്ചു. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. മീഡിയ ടൈം, കൊരട്ടി. മാള പൂപ്പത്തിയിൽ തെങ്ങ് കയറുന്നതിനിടയിൽ അബോധാവസ്ഥയിലായ യുവാവിനെ രക്ഷപ്പെടുത്തി. പൂപ്പത്തി സ്വദേശിയായ മറ്റത്തിൽ വീട്ടിൽ നന്ദകുമാറാണ് സ്വന്തം പറമ്പിലെ തെങ്ങ് കയറുന്നതിനിടയിൽ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. മാള ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി താഴെയിറക്കി. മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലെ പശുവിനെ കറക്കുന്നതിനായി സഹോദരന്റെ ഭാര്യ നന്ദകുമാറിനെ അന്വേഷിച്ച് പറമ്പിൽ വന്നപ്പോഴാണ് തെങ്ങിന് മുകളിൽ നന്ദകുമാർ അബോധാവസ്ഥയിലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ ഇതേ തെങ്ങിൽ കയറിയതിനു ശേഷം മുകളിൽ മറന്നുവെച്ച വാക്കത്തി എടുക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നന്ദകുമാർ വീണ്ടും കയറിയതെന്ന് പറയുന്നു. നമ്മൾ കോള് കിട്ടിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് മാളയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസറുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ നോക്കുമ്പം ഏതാണ്ട് ഒരു 120 അടി പൊക്കമുള്ള 120 അടി വരുമെന്ന് തോന്നുന്നല്ലേ, 120 അടി പൊക്കമുള്ള ഒരു തെങ്ങിൻ്റെ ഏതാണ്ട് 100 അടി ഭാഗത്താണ് ഈ ആൾ ബോധം ഇല്ലാത്ത അവസ്ഥയിൽ മരത്തിൽ ചാരി നിൽക്കുക. നമ്മൾ കയറാൻ ഉപയോഗിക്കുന്ന സാധനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കാല് കുരുങ്ങിയിട്ടില്ലായിരുന്നു. അന്നേരം തന്നെ നമ്മൾ മുകളിൽ കയറി അദ്ദേഹത്തെ തെങ്ങുമായിട്ട് കെട്ടിവെച്ചു. അദ്ദേഹത്തിന് ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 10 മിനിറ്റിന് ശേഷമായിരുന്നു ബോധം വന്നത്. അദ്ദേഹം ചരിഞ്ഞവിടെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് തെങ്ങിൻ്റെ ഭാഗത്തേക്ക് കയറാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കയറിയാൽ ഒരുപക്ഷെ ഇദ്ദേഹം മറിഞ്ഞ് താഴെ വീഴും. എന്നുവെച്ചാൽ അബോധാവസ്ഥയിലിരിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ആൾ ചിലപ്പം മറിഞ്ഞ് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ പല മാർഗ്ഗങ്ങൾ അവിടെ നിന്ന് നോക്കി നെറ്റ് കയറ്റി മേളിൽ കൊണ്ടുവന്ന് പല മാർഗ്ഗങ്ങൾ നോക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തേക്ക് വരെ എത്താൻ പറ്റുന്നുണ്ട്, അതിന് മുകളിലേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പം സ്കഫോൾഡിങ്ങിൻ്റെ ഒരു ഐഡിയ ആയിട്ട് ആൾക്കാർ വന്നു. അങ്ങനെ സ്കഫോൾഡിങ് വെച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടയിലൊക്കെ ചേട്ടൻ തെങ്ങുമ്മേന്ന് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഫയർഫോഴ്സ് വന്ന് കൊട്ടയിൽ ഇറക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ആ സാർമാരോട് ഞാൻ ചോദിച്ച് സ്കഫോൾഡിങ് സെറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഐഡിയയിൽ പെട്ടെന്ന് വണ്ടിയിൽ പോയി, എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ വണ്ടിയിൽ പോയി സ്കഫോൾഡിങ് എടുത്ത് സെറ്റ് ചെയ്ത് ആളെ പെട്ടെന്ന് ഇറക്കാൻ പറ്റി, ജീവൻ രക്ഷിച്ച്. മാള ടൗണിൽ മുട്ടക്കട പ്രവർത്തനം ആരംഭിച്ചു. NB എന്ന പേരിൽ മാള മുസ്ലിം പള്ളിക്ക് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. വിപുലമായ വിൽപ്പന നടത്താൻ ഏറെ സഹായിക്കുന്നതാണ് മുട്ട എന്ന ആ ഉൽപ്പന്നം. നല്ല രീതിയിലേക്ക് അദ്ദേഹത്തിന് ഈ കടയിൽ നിന്നൊരു വരുമാനം ഉണ്ടായി കുടുംബത്തേക്ക് അതൊരു വരുമാന സ്രോതസ്സായി മാറാനും സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി എല്ലാവരോടും എളിമയോടും സൗഹൃദത്തോടു കൂടി പെരുമാറുകയും ഈ കട വൻ വിജയമാക്കി തീർക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാം. ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതികൾ ഒറ്റക്കെട്ടായാണ് ഇന്ന് മാളയുടെ ആദ്യ വിൽപ്പന CR പുരുഷോത്തമൻ ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ TV യദുകൃഷ്ണ, സ്ഥാപന ഉടമ ബിനു ജേക്കബ്, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഗുണനിലവാരമുള്ള കോഴി, താറാവ്, കാട, നാടൻ കോഴിമുട്ടകൾ മൊത്തമായും ചില്ലറയായും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. അന്നമനട LP സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വരുന്ന NB മുട്ടക്കടയുടെ അനുബന്ധ സ്ഥാപനമാണ് മാളയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്.
പൊയ്യ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മർമ്മപ്രധാനമായ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ബാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. പഞ്ചായത്ത് വിമാനത്താവളം ഉണ്ടാക്കി തന്നില്ല എന്ന് പറഞ്ഞല്ല ഈ സമരം. കാരണം വിമാനത്താവളം ഉണ്ടാക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ജോലിയല്ല, പഞ്ചായത്തിൻ്റെ ചുമതലയല്ല. നാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പരമപ്രധാനമായി കണക്കാക്കുന്ന കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ചുമതല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ ചുമതലയിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. 10 കൊല്ലക്കാലമായി ഭരണം നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതി. പൂപ്പത്തി ലോക്കൽ സെക്രട്ടറി ഹരി അധ്യക്ഷത വഹിച്ചു. ഷൈമോൻ അക്ഷയ്, ISCS രഘു, ഡൊമിനിക് ജോമോൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AS വിജീഷ്, VS ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും മോഷണശ്രമവും. കോട്ടപ്പുറം ചന്തയിലെ യൂണിയൻ ഓഫീസിന് പരിസരത്തുള്ള 2 വ്യാപാര സ്ഥാപനങ്ങളിലാണ് കുത്തി തുറന്നത്. കുര്യപ്പറമ്പിൽ സേവിയറിന്റെ ഫാസ്റ്റ് ഫുഡ് കട കുത്തി തുറന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ഓട്ടോ റാട്ടർ ജയറാമിന്റെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറി കടയിൽ മോഷണശ്രമവും നടന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മാളയിലും സമീപ പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. മാള ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ ശക്തമായ കാറ്റിൽ നിലം പതിച്ചു. തലനാരിഴയ്ക്കാണ് വാഹനങ്ങളിലും യാത്രക്കാരുടെയും മീതെ പതിക്കാതെ അപകടം ഒഴിവായത്. മാളപ്പള്ളിപ്പുറം കിണർ സ്റ്റോപ്പ് പരിസരത്ത് കളത്തിൽ ചാക്കോ, എടാക്കുടത്തിൽ അലി സലീന, ചെല്ലക്കുടം ബാബു എന്നിവരുടെ പുരയിടത്തിലെ വാഴ, തെങ്ങ്, മാവ്, ജാതി എന്നിവ നശിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൻ്റെ 20 വാർഡുകളിലേക്കും നോട്ടീസ് കൊടുക്കുകയും അപേക്ഷ കൊടുക്കുകയും അതനുസരിച്ച് നമ്മൾ ആവശ്യമായ അവർക്ക് വേണ്ടി നേരിടുന്ന ആ മാനസിക വെല്ലുവിളികൾ നേരിടുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്കോളർഷിപ്പും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ 2025-26 വാർഷിക പദ്ധതിയിൽ ഒട്ടനവധി പ്രൊജക്റ്റുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷ സിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടമ്പിള്ളി, സിന്ധു അശോക്, ജോർജ് നെല്ലിശ്ശേരി, KV രഘു എന്നിവർ പങ്കെടുത്തു. മൽഫ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള മഹലിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി. വിവിധ മത, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. മാള മഹൽ സെക്രട്ടറി AA അബ്ദുൾ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ MP മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KM അബ്ദുൾ ജലീൽ, മഹൽ ഇമാം സുബൈർ മനാനി മുഖ്യപ്രഭാഷണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഫാദർ അനൂപ് ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CV പാപ്പച്ചൻ, വർഗീസ് കണ്ണമ്പള്ളി, ഡേവിസ് പാറേക്കാടൻ, IST ഇമാം സൽമാൻ, അഷ്റഫ് കരിമ്പുന്നശ്ശേരി, ഫൈസൽ എടത്താത്തറ, മാള മഹൽ പ്രസിഡന്റ് AA അഷ്റഫ്, മാള സർക്കിൾ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ സുധാകരൻ, റൂറൽ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ്, സാജു വടമ തുടങ്ങിയവർ പങ്കെടുത്തു. മാംബ്ര ഇസ്ലാമിക് റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. മാംബ്ര ജുമാ മസ്ജിദ് ഇമാം സുനീർ നിസ്വാഹി ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭേദമെന്നെ എല്ലാവർക്കും ഗുണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് IRC. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, തആവനു അലൽ ബിർരി വത്തഖ്വ. പരസ്പരം നിങ്ങൾ, അവിടെ മുസ്ലിം എന്ന് പ്രത്യേകം ഐഡൻറ്റിറ്റി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീന് പറഞ്ഞില്ല, ഇസ്ലാം പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ. സെന്റർ പ്രസിഡന്റ് SK അസീസ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ MP ഹംസ, VI റഷീദ്,
MK സേതു മുഹമ്മദ്, ES സഗീർ, SK ഹാരിസ്, VS അഷ്റഫ്, TM വീരാസ് എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ സഹകരണ ജനാധിപത്യ വേദി സഹകാരീസ് ധർണ നടത്തി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി സഹകാരികൾ പങ്കെടുത്ത ധർണ സഹകരണ ജനാധിപത്യ വേദി ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായ TM നാസർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വേദി താലൂക്ക് ചെയർമാൻ KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, KCF സംസ്ഥാന കമ്മിറ്റി അംഗം CP തമ്പി, ED സാബു, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് PH മഹേഷ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ES സാബു, സുനിൽ P മേനോൻ, ജനാധിപത്യ വേദി ജില്ലാ സെക്രട്ടറി PA കരുണാകരൻ, മണ്ഡലം പ്രസിഡന്റുമാരായ PV രമണൻ, സേവിയർ പങ്കത്ത്, PA മുഹമ്മദ് സഗീർ, EK സജീവൻ, TS ശശി, സുധാകരൻ മണപ്പാട്ട് എന്നിവർ സംസാരിച്ചു. ലഹരി മയക്കുമരുന്ന് വിപത്തിനെതിരെ അലർട്ട് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേനടയിൽ കോടതി പരിസരത്ത് സമാപിച്ചു. തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP രാജു പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അലർട്ട് പ്രസിഡന്റ് PH റഫീം അധ്യക്ഷത വഹിച്ചു. വിനോദ് കക്കറ, അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, ഷെമീർ പണിക്കശ്ശേരി, രമണൻ, CC അനിത, അബ്ബാസ് പള്ളിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടയിൽ പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ തീപിടുത്തം, ഗൃഹോപകരണങ്ങൾ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നിഗമനം. ചിറങ്ങരയിൽ വളർത്തുനായെ കൊണ്ടുപോയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിലായി 4 ക്യാമറകൾ സ്ഥാപിച്ചു. മാളയിൽ 2 റോഡിന് 2 പേരുകൾ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിലെ പേര് തിരുത്തണമെന്നും ഇത് സ്ഥാപിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പരാതി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.